Hi, welcome back, and this is another lesson. നമുക്ക് കോഡ് ഓഫ് എത്തിക്സ് ആണ് നമ്മൾ ഈ ഒരു ലെസണിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കോഡ് ഓഫ് എത്തിക്സ് ഓഫ് ഫോർ പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ എന്നാണ്. അപ്പോൾ ഈ കോഡ് ഓഫ് എത്തിക്സ് ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ആരാണ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് തീരുമാനിച്ചിട്ടുള്ളത്? ഈ കോഡ് ഓഫ് എത്തിക്സ് പ്രിപ്പയർ ചെയ്തത് നാപ്സ്വി ആണ്, ദാറ്റ് ഈസ് നാഷണൽ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അവരുടെ എന്താ പറയേണ്ടത് ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ദേ ആർ ഡിഫൈനിങ് ദ സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയേണ്ടത് ഒരു എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആണ്. ഇപ്പൊ നോക്കി, സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറയുന്നത് നിയമം കൊണ്ടല്ല അതിനെ ഗൈഡ് ചെയ്യുന്നത്, ആ ഒരു എത്തിക്കൽ ഗൈഡ് ലൈൻസ്. അപ്പൊ ഈ എത്തിക്കൽ ഗൈഡ് ലൈൻസ് ഇത് ആ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസിനെ പഠിപ്പിക്കുകയാണ്. അവരത് ഉൾക്കൊണ്ട് ആ ഒരു കോഡ് അതനുസരിച്ച് ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഡ് ഓഫ് എത്തിക്സ് ശരിക്കും ഇറ്റ് ഓപ്പറേറ്റ്സ് വിതിൻ ഇന്റഗ്രിറ്റി, റെസ്പെക്ട്, പ്രൊഫഷണലിസം. ഇതൊക്കെ ഈ സോഷ്യൽ വർക്കേഴ്സിന്റെ എല്ലാ ഇന്ററാക്ഷൻസിലും ഉണ്ടാകണം. അപ്പൊ അവരുടെ ഇന്ററാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്ലയൻസുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആകാം, കൊളീഗ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആകാം, ഇനി ലെറ്റസ് എ സൊസൈറ്റി അറ്റ് ലാർജ്, സൊസൈറ്റി ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഏത് ലെവലിലെ ഇന്ററാക്ഷൻ ആയിരുന്നാലും ഈ ഒരു കോഡ് എന്താ പറയേണ്ടത് അവർ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക, എപ്പോഴും ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് അനുസരിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. And you see here, it covers diverse responsibilities in social work practice. പല തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ കോഡ് ഓഫ് എത്തിക്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു 10 ഡിസ്റ്റിങ്ക്റ്റ് ഏരിയാസ്. 10 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏരിയാസിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഓരോ കാറ്റഗറിയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഡൊമെയിൻസ് ഓഫ് എത്തിക്കൽ പ്രാക്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പല ഡൊമെയിൻസിൽ ആ ഒരു എത്തിക്സ് വരും. അപ്പൊ ഏതൊക്കെയാണ് ഈ 10 ഡിസ്റ്റിങ്ക്റ്റ് ഏരിയാസ് എന്നുള്ളത് നമ്മളിപ്പം പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോഡ് ഓഫ് എത്തിക്സിലൂടെ ഉറപ്പുവരുത്തുന്നത് ദാറ്റ് സോഷ്യൽ വർക്കേഴ്സ് ഓപ്പറേറ്റ് വിത്ത് ഇന്റഗ്രിറ്റി ആൻഡ് പ്രൊഫഷണലിസം ഇൻ വേരിയസ് ഫാസറ്റ്സ് ഓഫ് ദിയർ വർക്ക്. അപ്പോൾ ആ ഒരു ഇന്റഗ്രിറ്റി ശരിക്കും വേണം എന്നും പറഞ്ഞ് സത്യസന്ധതയോടുകൂടി ആ ഒരു പ്രവൃത്തി ചെയ്യുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രൊഫഷണലിസവും കൂടെ അവിടെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറൈസേഷന്റെ ആ ഒരു ഉദ്ദേശം, അതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, the categorization of code of ethics ensures comprehensive coverage of social workers' responsibilities across various dimensions of practice. സോഷ്യൽ വർക്കേഴ്സ് പല ഡയമെൻഷൻസിലാണ് അവരുടെ ആ ഒരു പ്രാക്ടീസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പോൾ ഈ ഓരോ ഡയമെൻഷൻസിലും അവര് നിർവഹിക്കേണ്ടി വരുന്ന ചുമതലകളെ കവർ ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സിന്റെ കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഈ ഒരു ഫ്രെയിം വർക്കിലൂടെ വാട്ട് ഇറ്റ് ഫോസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇത് ബിൽഡ് ചെയ്യുന്നത്, ഒന്ന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, മറ്റൊന്ന് അക്കൗണ്ടബിലിറ്റി, ഒരു ഉത്തരവാദിത്വം ബിൽഡ് ചെയ്യുന്നത്, ആൻഡ് എത്തിക്കൽ കൺസിസ്റ്റൻസി. എത്തിക്കൽ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം ഏതൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറെ എടുത്തു കഴിഞ്ഞിരുന്നാലും ശരി തന്നെ അതുവരെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാവരും ഒരേപോലെ ഈ കോഡ് പാലിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അവരുടെ ഈ ഒരു പ്രൊഫഷൻ സോഷ്യൽ വർക്കേഴ്സിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. മറ്റൊരു പോയിന്റ് ഇവിടെ, ബൈ മെയിൻറ്റെയിനിങ് ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഈച്ച് ഓഫ് ദീസ് ഡൊമെയിൻസ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഓരോ ഡൊമെയിനിലും സോഷ്യൽ വർക്കേഴ്സിന് ദേ ആർ നോട്ട് ഓൺലി ഏബിൾ ടു അഡ്വാൻസ് ദിയർ പ്രൊഫഷൻ ബട്ട് ഓൾസോ കോൺട്രിബ്യൂട്ട് മീനിങ് ടു ദ വെൽബീയിങ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻസ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ജസ്റ്റ് അവരുടെ ആ ഒരു പ്രൊഫഷൻ നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അർത്ഥവത്തായ രീതിയിൽ അവർക്ക് വ്യക്തികളുടെ ഗ്രൂപ്പ്സിന്റെ അടുത്തും ഓർഗനൈസേഷൻസിന്റെ അടുത്തും ഇനി അറ്റ് സൊസൈറ്റി അറ്റ് ലാർജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അവരുടെ അടുത്തൊക്കെ അർത്ഥവത്തായിട്ടുള്ള അവരുടെ ഇന്ററാക്ഷൻസ് നിലനിർത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തൊക്കെയാണ് ഈ 10 ഡിഫറെന്റ് ഏരിയാസ്? അത് ഓരോ ഏരിയയുടെയും പേരും ഡെഫിനിഷനും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഏരിയാസും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന്, ടുവേർഡ്സ് ക്ലയൻസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ക്ലയൻസിന്റെ അടുത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ ഒരു കോഡ് ഓഫ് എത്തിക്സിനെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്.
അപ്പോൾ എംഫസൈസസ് പ്രയോറിറ്റൈസിങ് ദ വെൽബീങ് ഓഫ് ക്ലയൻസ്. ഒന്ന്, ക്ലയൻസിന്റെ ആ ഒരു നന്മ അതായിരിക്കണം പ്രയോറിറ്റി. ആൻഡ് അറ്റ് ദ സെയിം ടൈം റെസ്പെക്ടിങ് ദിയർ ഓട്ടോണമി ആൻഡ് റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ. അവരുടെ ഓട്ടോണമി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഓരോ ക്ലയന്റിനും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു അധികാരം, അതാണ് ഓട്ടോണമി എന്ന് പറയുന്നത്. സെൽഫ് ഡിറ്റർമിനേഷൻ, യെസ്, അവർക്ക് തന്നെയാണ് അവസാന വാക്ക്, ക്ലയന്റിന് തന്നെയാണ് അവസാന വാക്ക്. സോഷ്യൽ വർക്കർ ഒരിക്കലും ഒന്നും ക്ലയന്റിൽ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് ടുവേർഡ്സ് പ്രൊഫഷണൽ കൊളീഗ്സ്, മറ്റൊരു ഡൊമെയിൻ, മറ്റൊരു ഏരിയ, അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവര്, മറ്റ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ അടുത്തുള്ള ആ ഒരു എന്താ പറയേണ്ടത്, അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം അവരുടെ ബിഹേവിയർ. അപ്പോൾ റെസ്പെക്ട്ഫുള്ളും ഒരു കൊളാബറേറ്റീവും ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വൺ ഷുഡ് റെസ്പെക്ട് ദി അതർ ആൻഡ് ഷുഡ് ഓൾസോ കൊളാബറേറ്റ്. ചില സമയത്ത് നമുക്ക് തനിയെ അത് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അപ്പോൾ മറ്റ് ആ വ്യക്തിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ടുവേർഡ്സ് പ്രാക്ടീസ് സെറ്റിംഗ്, ആ ഒരു പ്രാക്ടീസിന്റെ സെറ്റിങ്ങിലേക്ക് അവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് അവരവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നോക്കേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് ഇവിടെ ഈ പറയുന്നത്. സോ ഇറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ അഡ്ഹറൻസ് ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റി വിതിൻ ഓർഗനൈസേഷണൽ സെറ്റിംഗ്. അവർ പ്രവർത്തിക്കുന്ന ആ ഒരു ഓർഗനൈസേഷന്റെ സെറ്റിംഗ്സിന്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും പ്രൊഫഷണൽ അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച് അവിടെ പറയുന്നു. ഇതിപ്പം 3 ഇനി 4 ടുവേർഡ്സ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പം സ്ട്രെസ്സസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് ട്രാൻസ്പെറൻസി, ഫെയർനെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ സെൽഫ് എംപ്ലോയിഡ് പ്രാക്ടീസ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കാതെ ഒരു സെൽഫായിട്ട് ആ ഒരു വ്യക്തി തന്നെ എന്താ പറയേണ്ടത്, പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നവർ അവർ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യണം, ഒന്നിലും ഒരു ഒളിച്ചുകളി പാടില്ല. അതിനെന്തെങ്കിലും ഒരു ഫീസോ ചാർജസോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തുടക്കത്തിലേ പറയണം എന്നുള്ളതാണ്. ഫെയർ ആയിരിക്കണം. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എല്ലാ കാര്യങ്ങളുടെയും. ഇനി ടുവേർഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് സൂപ്പർവിഷൻ. അപ്പൊ ഒന്ന് എഡ്യൂക്കേഷൻ, മറ്റൊന്ന് സൂപ്പർവിഷനാണ്. അപ്പൊ ഇവിടെ ഫോക്കസ് ഓൺ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് സ്റ്റുഡൻസ് ഓർ ട്രെയിനീസ്. അപ്പൊ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ പഠിപ്പിക്കുന്നതിനെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതിനും സോഷ്യൽ വർക്കിന്റെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അതിന്റെ ട്രെയിനീസിനെ, അതിന്റെ ഉത്തരവാദിത്തങ്ങളാണ് ഇവിടെ ഈ പറയുന്നത്. ഇനി മറ്റൊരു ഡൊമൈൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് റിസർച്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈൻഡിങ്സ്, അല്ലെ? അപ്പോൾ highlights ethical considerations in conducting research and responsibility disseminating findings. അപ്പോൾ റിസർച്ച് നടത്തുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ആൻഡ് അതേപോലെ ആ റിസർച്ചിന്റെ ഫൈൻഡിങ്സ് എന്താണോ അത് പ്രസിദ്ധീകരിക്കുമ്പം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പം മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് ഇവിടെ ഈ ചർച്ച ചെയ്യുന്നത്. ഇനി 7 ടുവേർഡ്സ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡിഫൈൻസ് ദ റോൾ ഓഫ് എത്തിക്കൽ പ്രാക്ടീസസ് ആൻഡ് ഇക്വിറ്റബിൾ റിസോഴ്സ് അലോക്കേഷൻ ഇൻ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ നമുക്കറിയാം അല്ലെ? സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സോഷ്യൽ വർക്കിന്റെ തന്നെ നടത്തിപ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ എന്താ പറയണ്ടേ, ആ ഒരു ഡൊമൈനിൽ വരുന്ന എത്തിക്കൽ പ്രാക്ടീസസ്, റിസോഴ്സ് അലോക്കേഷൻ ഇക്വിറ്റബിൾ, ഈക്വൽ ആയിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം. റിസോഴ്സസ് ഏറ്റവും അധികം എവിടെയാണോ ആവശ്യം അവിടത്തേക്ക് അലോട്ട് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then towards oneself as a professional. ഇപ്പം ഞാനൊരു സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ ആണെങ്കിൽ ഞാൻ എന്നോട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണ്? അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ് അസസ്മെന്റ്, ഞാൻ എന്നെ വിലയിരുത്തണം കണ്ടിന്യൂസ് ആയിട്ട്. പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഞാൻ കൂടുതൽ പഠിക്കണം, പുതിയ പുതിയ ഫൈൻഡിങ്സിനെ കുറിച്ച് ഞാൻ ബോധവാനായിരിക്കണം എന്നുള്ളത്. ആൻഡ് ആ ഒരു സത്യസന്ധത മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി 9 ടുവേർഡ്സ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇനി ആ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷനോട് തന്നെ നമ്മൾ എന്താണ് കാണിക്കേണ്ടത്? അപ്പോൾ അപ്ഹോൾഡ് ആൻഡ് അഡ്വാൻസ് ദ പ്രൊഫഷൻസ് വാല്യൂസ്, എത്തിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. എപ്പോഴും ആ ഒരു പ്രൊഫഷന്റെ വാല്യൂസ്, അതിൻ്റെ മൂല്യങ്ങൾ നമ്മൾ അപ്ഹോൾഡ് ചെയ്യുക. ആ ഒരു പ്രൊഫഷനിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എത്തിക്സ്, അതിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് 10 ഇസ് ടുവേർഡ്സ് സൊസൈറ്റി. ടുവേർഡ്സ് സൊസൈറ്റി എന്ന് പറയുമ്പം ഫോക്കസസ് ഓൺ അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സൊസൈറ്റിയൽ വെൽഫെയർ.
ഇങ്ങനെ 10 ഡൊമെയിൻസിലാണ് ഈ ഒരു എത്തിക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഡൊമെയിനിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട സംഗതികളാണ് ഈ എത്തിക്സ് എന്ന് പറയുന്നത്, അല്ലേ? സോ നൗ യു ഹാവ് എ ഫെയർ ഐഡിയ എന്താണ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡൊമെയിനിലാണ് ഈ ഒരു കോഡ് ഓഫ് എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നു എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ, അതിൻ്റെ പ്രാധാന്യം, അത് നമ്മൾ അഡ്ഹർ ചെയ്തില്ല, അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ എന്താണ്, ആൻഡ് ഓരോ ഡൊമെയിനിലും സോഷ്യൽ വർക്കർക്കുള്ള കീ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ഇപ്പോഴുതന്നെ നിങ്ങൾ നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒന്നുകിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതിന് എൻ്റെ മൊബൈൽ നമ്പർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഇനി അതും അല്ലെങ്കിൽ ഒരു ഫോമിൻ്റെ ലിങ്ക്, ജോയിനിങ് ഫോമിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്താ പറയേണ്ടത്, ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കി ഇൻഫർമേഷൻ തന്ന് നിങ്ങളെ ഗോൾഡ് ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നതാണ്. So thank you very much and you have a great day ahead. Thank you.